ദൈവത്തിൻ്റെ പ്രതീക്ഷയുടെ കയ്യൊപ്പുമായാണ് ഓരോ കുഞ്ഞും ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴുന്നത്. മനുഷ്യരാശിക്ക് ലഭിക്കുന്ന പ്രതീക്ഷയാണ് നാം ഓരോരുത്തരുടെയും ജന്മം. ദേവാലയത്തെക്കാൾ വലിയവനെ മുൻനിർത്തിയുള്ള ആരാധനയുടെയും സ്തുതിപ്പിൻ്റെയും ലോകം എന്നിൽ രൂപപ്പെട്ടു തുടങ്ങിയത് ഒരു ക്രിസ്മസ് ദിനത്തിലായിരുന്നു. നാനാജാതി മതസ്ഥരും നക്ഷത്രങ്ങൾ തൂക്കിയും കരോൾ ഗാനങ്ങൾ പാടിയും പുൽക്കൂടുകൾ ഉണ്ടാക്കിയും ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ മനുഷ്യവർഗം ഒന്നാണെന്ന വിശാലമായ കാഴ്ചപ്പാടിലേക്കാണ് നാം എത്തിച്ചേരുന്നത്. ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവുമില്ലാത്തവൻ്റെ ഹൃദയ നൊമ്പരങ്ങളെ കൂടി ഓരോ ക്രിസ്മസും നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സമയം നൽകി, സ്നേഹം നൽകി, ആരോഗ്യം നൽകി അവരെ സഹായിക്കാൻ ഡിസംബറിൻ്റെ തണുത്ത പുലരികൾ നമുക്ക് ശക്തിയേകണം. ഉണ്ണിയേശുവിനെ കാണാൻ വേണ്ടി ദൂരദേശത്തു നിന്നും യാത്ര തിരിച്ച രാജാക്കന്മാർക്ക് വഴികാട്ടിയായി മാറിയത് നക്ഷത്രമായിരുന്നു. പിന്നിലോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയാൽ നമുക്കും കാണാൻ സാധിക്കും നമ്മുടെ ജീവിതത്തിൽ വഴികാട്ടിയായി മാറിയ, പ്രകാശമായി മാറിയ, നക്ഷത്രമായി മാറിയ കുറെ മനുഷ്യരെ. പക്ഷേ ചോദ്യം ഇതാണ്, നിങ്ങൾ ആരുടെയൊക്കെ ജീവിതത്തിലെ വഴികാട്ടിയായും പ്രകാശമായും നക്ഷത്രമായും മാറിയിട്ടുണ്ട്? സ്വാർത്ഥത വെടിയാനും മറ്റുള്ള മനുഷ്യരെ അംഗീകരിക്കാനും സ്നേഹിക്കാനും നാം തയ്യാറാകുമ്പോൾ ലോകത്തിൻ്റെ പ്രകാശമായി നാം മാറുകയാണ്. ദുഃഖത്തിലാണ്ടവർക്കും മരണത്തിൻ്റെ നിഴലിൽ കഴിയുന്നവർക്കും പ്രത്യാശയുടെ പൊൻവെട്ടമുണ്ടിവിടെ എന്നതാണ് ഓരോ ക്രിസ്മസ് രാവും നമ്മോട് പറയുന്നത്. നിങ്ങൾ ആരുടെയൊക്കെ ജീവിതത്തിലെ പ്രകാശമായും നക്ഷത്രമായും വഴികാട്ടിയായും മാറിയിട്ടുണ്ട് എന്നതാണ് ഇവിടുത്തെ ചോദ്യം. പക്ഷേ ആരുടെയെങ്കിലുമൊക്കെ വഴികാട്ടിയാവാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ ഈ ക്രിസ്മസിന് ഇങ്ങനെയൊന്ന് ആലോചിച്ച് നോക്കൂ. ആർക്കെങ്കിലുമൊക്കെ പ്രകാശം പകർന്നു നൽകാൻ, ആരുടെയെങ്കിലുമൊക്കെ വഴികാട്ടിയാവാൻ, നല്ലൊരു നക്ഷത്രമാവാൻ നമുക്ക് സാധിക്കണം. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ.